നമസ്കാരം. ഇന്ത്യയെ സംബന്ധിച്ച് പ്രത്യേകിച്ച് നമ്മൾ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ പാഠപുസ്തകങ്ങളെ കുറിച്ചും അല്ലെങ്കിൽ ചരിത്രം എന്ന വൈജ്ഞാനിക മേഖല കൈകാര്യം ചെയ്യുന്ന മേഖലകൾ ഭയങ്കര വിമർശനപരമായി കാണാറുണ്ട് ആളുകളെല്ലാം തന്നെ. വലിയ ആവേശത്തോടെ ഭയങ്കര ഹിന്ദുത്വ വിമർശനങ്ങളൊക്കെയാണ്. അല്ലെങ്കിൽ പാഠപുസ്തകത്തെ ഇപ്പം മാളവിക സൂചിപ്പിച്ച് നിർത്തിയ പോലെ തന്നെ നമ്മൾ പാഠപുസ്തകങ്ങളുടെ ഒരു ചരിത്രം പരിശോധിക്കുമ്പോൾ അതിനത് വെട്ടി മാറ്റിയതിനെ സംബന്ധിച്ച് ഭയങ്കര ചർച്ചകളുണ്ട്. അപ്പൊ അതുകൊണ്ട് 80-കൾ മുതൽ തന്നെ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം വരുന്ന സമയം മുതൽ തന്നെ ഇവര് എപ്പോഴൊക്കെ കേന്ദ്രത്തിൽ ഭരണത്തിൽ വന്നു ആ സമയം മുതലൊക്കെ ഇവര് ചെറിയ തോതിൽ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതിനെതിരെ വലിയ പ്രക്ഷോഭങ്ങൾ വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഡൽഹി സർക്കിളിലുള്ള അക്കാദമിക പണ്ഡിതന്മാരെല്ലാവരും തന്നെ ഡൽഹി തെരുവുകളിൽ ഇറങ്ങി തന്നെ സമരം ചെയ്യുന്നു. അതിനെതിരായിട്ട് ചില പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കപ്പെടുന്നു. അങ്ങനെ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പക്ഷേ അവിടെ ഉന്നയിക്കപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം അല്ലെങ്കിൽ നമ്മൾ കാണുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ നമ്മൾ വലിയ ഘോരഘോരമായി ഇത്തരത്തിലുള്ള കുഴപ്പങ്ങൾ ഇന്നും ചൂണ്ടിക്കാണിക്കുന്നതൊക്കെയുണ്ട്. പക്ഷെ ഒരു കാലത്തും ജാതിയെ സംബന്ധിച്ചും അല്ലെങ്കിൽ ഇവര് വെട്ടിമാറ്റിയതിനെ സംബന്ധിച്ച് പറഞ്ഞു ഇവിടെ എന്തൊക്കെയാണ് ഉൾപ്പെടുത്തിയത് എന്നുള്ളൊരു പ്രധാനപ്പെട്ട ചോദ്യം. എന്തൊക്കെയാണ് നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്, ഇവിടുത്തെ പാഠപുസ്തകങ്ങൾ ആരെയൊക്കെയാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത് തുടങ്ങിയ കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ ഇതെല്ലാം ഒറ്റ ചരടിൽ കോർക്കാൻ സാധിക്കുന്ന രചനകളായിരുന്നു എന്നുള്ളതാണ് നമ്മൾക്ക് ഒരു കേരളത്തിന്റെ അല്ലെങ്കിൽ ഇന്ത്യൻ സാഹചര്യത്തിൽ ഒരു മാർജിനലൈസ്ഡ് സെക്ഷന്റെ പെർസ്പെക്റ്റീവിൽ നിന്നുകൊണ്ട് ചരിത്രത്തെയും പാഠപുസ്തകങ്ങളെയും പരിശോധിക്കുമ്പോൾ മാർക്സിസ്റ്റ് ചരിത്രരചനാ പദ്ധതികളും ഹിന്ദുത്വ ചരിത്രരചനാ പദ്ധതികളും പോസ്റ്റ് കൊളോണിയൽ പദ്ധതികളും എല്ലാം ഏതാണ്ട് ഒരേ റൂട്ടിൽ കൂടെ തന്നെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ തിരിച്ചറിയുന്നത്. കാര്യം ഇവരൊന്നും പ്രധാനപ്പെട്ട ഇന്ത്യ നേരിടുന്ന ഏറ്റവും അടിസ്ഥാനപരമായ പ്രശ്നത്തിനെ അഡ്രസ്സ് ചെയ്യാതെ എപ്പോഴും മറ്റു ചില കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഇതെല്ലാം ഭയങ്കര സിമിലർ ആയിട്ട് തോന്നും പല നിമിഷങ്ങളും. ഒരുപക്ഷെ ഇതിന്റെ ഒരു ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചില കാര്യങ്ങൾ പറയാൻ പറ്റാത്ത ഒരു സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഞങ്ങളുടെ അവിടെ പറയുന്ന ഒരു പക്ഷെ ഒരു മോശമായ ഒരു പഴഞ്ചൊല്ല് തന്നെയായിരിക്കും. പറഞ്ഞാൽ അമ്മച്ചി തല്ലുകൊള്ളു ഇല്ലെങ്കിൽ അപ്പൻ പട്ടിയിറച്ചി തിന്നും. ഇതാണ് കണ്ടീഷൻ. അതായത് ഇന്ത്യയിലെ നമ്മൾ ചരിത്രത്തെയും ചരിത്ര രചനകളെയും പാഠപുസ്തകത്തെയും പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരു കാലത്ത് ഇത് എക്കാലത്തും മനുഷ്യന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് വേറൊരു രീതിയിൽ അവതരിപ്പിക്കുന്ന പദ്ധതികൾ തന്നെയാണ്. അത് ഏത് ഹിസ്റ്റോറിയന്മാരെ കുറിച്ച് നമ്മൾ പരിശോധിച്ചാലും അവരെല്ലാം പല ഗവേഷണങ്ങൾ ചെയ്തിട്ടുണ്ട്. ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ലോകത്തിലെ ശ്രദ്ധേയമായിട്ടുള്ള യൂണിവേഴ്സിറ്റികളിൽ PhD പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചും ഓക്സ്ഫോർഡും കേംബ്രിഡ്ജും ഒക്കെ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന പുസ്തകങ്ങളൊക്കെ തന്നെയാണ്, തർക്കമില്ല. പക്ഷേ ഇവര് ആരെക്കുറിച്ചാണ് സംസാരിച്ചത്, ഇന്ത്യയുടെ ചരിത്രം എന്ന നിലയിൽ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അപ്പൊ അത് നമ്മൾ പണ്ട് ഇവരെല്ലാം ശ്രമിക്കുന്ന അല്ലെങ്കിൽ ഓറിയന്റലിസ്റ്റുകൾ ഇന്ത്യോളജിസ്റ്റുകൾ എന്നൊക്കെ പറയുന്ന ബ്രിട്ടീഷ് നിർമ്മിതമായിട്ടുള്ള ഒരു ഇന്ത്യ ചരിത്രത്തിന് ഇവർ ചലഞ്ച് ചെയ്യാൻ ശ്രമിക്കുന്നു. അതിനുശേഷം പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പം നമ്മൾ സിമിലർ ആയിട്ട് ചില നിമിഷങ്ങളിൽ എത്തിച്ചേരുന്നതിന് ഒരു ഉദാഹരണം പറഞ്ഞാലും നമുക്കറിയാം ഏറ്റവും ശ്രദ്ധേയനായിട്ടുള്ള ഹിസ്റ്റോറിയൻ തന്നെയാണ് ഇർഫാൻ ഹബീബിനെ നമുക്ക് അറിയാം. അപ്പൊ അദ്ദേഹം മറ്റേ പീപ്പിൾ ഹിസ്റ്ററി എന്ന് പറഞ്ഞ ഒരു കുറെ വോളിയങ്ങളുടെ എഡിറ്ററായിട്ടൊക്കെ വർക്ക് ചെയ്യണം. അപ്പൊ അതിൽ ഒരു എക്കണോമിക് ഹിസ്റ്റോറിയൻ എന്ന നിലയിലും കൂടെ അദ്ദേഹം ഇന്ത്യയുടെ സമ്പത്തിനെ കുറിച്ച് ഭയങ്കരമായി ചർച്ച ചെയ്യുന്നു. ബ്രിട്ടീഷുകാരുടെ വരവിന് മുമ്പ് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന സമ്പത്ത്, ബ്രിട്ടീഷ് ഭരണത്തിന് മുൻപുണ്ടായിരുന്ന ഇന്ത്യയുടെ ഒരു സാമ്പത്തിക ക്രമം ഇല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു സമ്പത്തിന്റെ അളവിന്റെ ഒരു ഭീകരത, ഹിമാലയ പോലെ ഉണ്ടായിരുന്ന നമ്മുടെ ഒരു സമ്പത്തിനെ കുറിച്ച് അദ്ദേഹം ഭയങ്കര കാര്യമായ രീതിയിൽ സംസാരിക്കുന്നുണ്ട്. അപ്പൊ അതേ സെയിം സാധനം തന്നെയാണ് ഇവര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഹിന്ദുത്വ രീതിയിൽ വരുന്ന ആളുകളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ബ്രിട്ടീഷുകാരുടെ ഭരണത്തിന് മുമ്പ് ഇവിടെ ഭയങ്കര സമൃദ്ധമായിട്ടുള്ള സ്വർഗരാജ്യമായിരുന്നു എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ അവിടെ ഉന്നയിക്കപ്പെടുന്ന പ്രധാനപ്പെട്ട ചോദ്യം ഈ സമ്പത്ത് ആരുടെ ആയിരുന്നു എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ കേരളത്തിന്റെ ഹിസ്റ്ററി പറയുമ്പോഴത്തേനും ബ്രിട്ടീഷുകാർ വരുന്നതിന് മുമ്പ് തിരുവിതാംകൂറും കൊച്ചി രാജ്യത്തിനും ഭയങ്കര സമ്പത്തായിരുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് ആർക്കും തന്നെ ഒരു പ്രയോജനമില്ല. അല്ലെങ്കിൽ ആ സമ്പത്ത് ഉണ്ടാക്കിയ മനുഷ്യന്മാരെ അവിടെ അഡ്രസ്സ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. അപ്പൊ നമ്മൾ പാഠപുസ്തകങ്ങളെ സംബന്ധിച്ചുള്ള ഒരു ആലോചനകളിൽ നമ്മൾ കാണുന്ന ഒരു പ്രധാനപ്പെട്ട കുഴപ്പമാണ് ഇവിടെ ഇതിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വേറൊരു രീതിയിൽ ചിത്രിക്കുക അല്ലെങ്കിൽ സംഘപരിവാറിനെ പിന്തുണയ്ക്കുന്നു എന്നുള്ള രീതിയിലേക്ക് ആയിപ്പോകാനുള്ളൊരു സാധ്യത. ഒരു ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ. നമ്മൾ കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാലും ഇവിടെ നമ്മൾ കാണുന്ന ഒരു കാഴ്ച കേരളത്തിന്റെ സാമൂഹിക മാറ്റങ്ങൾക്ക് കാരണക്കാരായ വളരെ പ്രധാനപ്പെട്ട നിരവധി വ്യക്തികളുണ്ട്. അപ്പം അവരെ ഒന്നും തന്നെ പറയാതെ പലപ്പോഴും പല ഇത്തരത്തിലുള്ള യാതൊരു തെളിവുകളും ഇല്ലാതെ ഇപ്പം കൃത്യമായി ഉദാഹരണം പറഞ്ഞ് നമുക്ക് ചാവറ കുര്യാക്കോസ് അച്ഛനെ പോലുള്ള ആളുകളുടെ കാര്യങ്ങൾ പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞുള്ള ചില പിടിവാശികൾ നമ്മൾ നടത്തുന്നു. അവരെ കുറിച്ച് മാത്രമായിരിക്കണം അതിനെതിരായിട്ട് വലിയ പ്രക്ഷോഭങ്ങൾ നയിക്കുന്നു, സമരങ്ങളൊക്കെ നയിക്കുന്നതായിട്ട് കാണാം. അദ്ദേഹത്തിന്റെ പേര് പുസ്തകത്തിൽ നിന്ന് വെട്ടിമാറ്റി. എന്നാൽ നമ്മൾ ചരിത്രത്തിന്റെ ഒരു ഇടത്തിൽ അല്ലെങ്കിൽ കേരളത്തിന്റെ ഒരു ചരിത്രം അക്കാദമികമായി പഠിക്കാൻ ശ്രമിച്ച, അതായത് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പഠിക്കാൻ ശ്രമിച്ച ആരും തന്നെ ഈ അദ്ദേഹത്തെ കുറിച്ച് പറയുന്നില്ല. അദ്ദേഹത്തെ ബോധപൂർവ്വം ഒഴിവാക്കുന്നതല്ല, കാരണം ഇത്രേ ഉള്ളൂ, അതിനെക്കുറിച്ച് തെളിവുകളില്ല എന്നുള്ളത് കാരണത്താലാണ് ഇദ്ദേഹം ദളിതർക്കിടയിലും അല്ലെങ്കിൽ
മറ്റു മോശപ്പെട്ട സമൂഹത്തിനിടയിൽ ഉള്ളായിരുന്ന മനുഷ്യന്മാർക്കെതിരെ വേണ്ടി വിദ്യാഭ്യാസപരമായി എന്തൊക്കെയോ പ്രവർത്തിച്ചു എന്ന് വാദം കൊണ്ട്. പക്ഷെ ഇത് കുട്ടികളെ പഠിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അക്കാദമികമായ യാതൊരു തെളിവുമില്ല. അത് ഞാൻ പറഞ്ഞു വരുന്നത്, ഇത് ഒരേ സമയം രണ്ട് ഭാഗത്ത് മൂർച്ചയുള്ളൊരു പ്രവർത്തനമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇവിടെ അധികാരം ആകുന്ന ആളുകൾ അല്ലെങ്കിൽ സവർണ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അവരുടെ പഠനങ്ങൾ മൊത്തം നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ കാശിനെ അഡ്രസ് ചെയ്യാതെ ഈ സമ്പത്ത് എങ്ങനെ ഉണ്ടായെന്നുള്ളൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ആരാണ് സമ്പത്ത് ഉണ്ടാക്കിയത് എന്നുള്ളൊരു പ്രധാനപ്പെട്ട ചോദ്യം. കാര്യം പറഞ്ഞാൽ മാർക്സിസ്റ്റ് ഹിസ്റ്റോറിയന്മാരുടെ ഒരു തുടക്കം ഇപ്പം നമ്മൾ കോസാംബിയുടെയൊക്കെ കാര്യത്തിലാണെങ്കിൽ പോലും കോസാംബിയൊക്കെ പ്രധാനമായിട്ടും മുന്നോട്ട് വെച്ച അല്ലെങ്കിൽ ഒരു മാർക്സിസ്റ്റ് ചരിത്രരചന രീതി എന്ന നിലയിൽ നമ്മൾ കാണുന്ന ചില പ്രയോഗങ്ങൾ ഇപ്പം ബ്രിട്ടീഷ് അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു ചരിത്രം പരിശോധിക്കുമ്പോൾ ഇന്ത്യയിൽ ആ കാലത്ത് ആളുകൾ കലപ്പ ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ളൊരു ചോദ്യമൊക്കെ ചോദിക്കാറൊക്കെ. അതൊക്കെ വളരെ നമ്മളെ സംബന്ധിച്ച് കേൾക്കുമ്പോൾ വളരെ ആവേശമൊക്കെ തോന്നുന്ന കാര്യമാണ്. പക്ഷെ അതിനുശേഷമുള്ളൊരു പീരീഡിനെ സംബന്ധിച്ചും അല്ലെങ്കിൽ എങ്ങനെയാണ് ഉൽപാദന വ്യവസ്ഥ നടന്നത്, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലേക്ക് ഒരു മടിയായ്മ പോലുള്ള സമ്പ്രദായത്തെ കുറിച്ചൊക്കെ പറയുന്നു. അപ്പൊ അവിടെയും നമ്മൾ വീണ്ടും ഇതേ രീതിയിൽ തന്നെ ഒരേ നിലപാട് തന്നെയാണ് നമ്മൾ കാണുന്നത്. ഈ പോസ്റ്റ് കൊളോണിയൽ പഠനങ്ങളും ഹിന്ദുത്വ പഠനങ്ങളും മാർക്സിസ്റ്റ് പഠനങ്ങളും അല്ലെ കൺവെൻഷണൽ രീതിയിലുള്ള ഹിസ്റ്റോറിയന്മാർ ചെയ്യുന്നതല്ല, ഏതാണ്ട് ഒരേ രീതിക്ക് തന്നെയാണ് നമ്മൾ കാണുന്നത്. അപ്പൊ ഇതിൽ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമാണ്. ഇപ്പം ഇതേപോലെ തന്നെ ഇപ്പം ഈ പാഠപുസ്തക വിവാദം ഭയങ്കര കത്തി നിൽക്കുന്ന സമയത്ത് തന്നെ പ്രത്യേകിച്ച് ഡൽഹിയിലെ പല യൂണിവേഴ്സിറ്റികളും, പ്രത്യേകിച്ച് ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയും ഡൽഹി യൂണിവേഴ്സിറ്റിയിലും എല്ലാം ഉള്ള ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള അധ്യാപകരാണ്. അവരുടെ പുസ്തകങ്ങളാണ് NCERT ഉൾപ്പെടെയുള്ള പുസ്തകങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ആ സമയത്ത് ആ പ്രദേശം അല്ലെങ്കിൽ ആ യൂണിവേഴ്സിറ്റി നേരിട്ട ഏറ്റവും വലിയ പ്രശ്നം അവിടെ റിസർവേഷൻ എന്ന് പറയുന്ന ഒരു കാര്യമേ നടപ്പിലാക്കിയിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കുന്നത്. അതായത് ഇത്തരത്തിലുള്ള വലിയ വിപ്ലവകരമായ പ്രവർത്തനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളിൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആണ് ഇന്ത്യയുടെ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾ ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്രശ്നമായിട്ടുള്ള ജാതി അനുഭവങ്ങൾ എങ്ങനെയാണ് യൂണിവേഴ്സിറ്റികൾ റിഫ്ലക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവർ പ്രത്യേകിച്ച് ബിപിൻ ചന്ദ്രയെ ഒക്കെ പറയുന്നത് റിസർവേഷൻ ഒരിക്കലും പാലിക്കാൻ പാടില്ല, റിസർവേഷൻ മെറിറ്റിനെതിരായിട്ടുള്ള കാര്യങ്ങളാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയണം. അപ്പൊ ഇതെല്ലാം ഒരേ റൂട്ടിൽ തന്നെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതാണ്. നമ്മൾ ഒരു മനുഷ്യന്റെ അന്തസ്സുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള രീതിയിൽ ഭൂതകാലത്തെ പരിശോധിക്കുന്ന ആളുകളുടെ മുൻപിൽ ഇവർ രണ്ടുപേരും തുല്യരാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് ഏതൊരു മേഖലയിലും ഈ കേരളത്തിന്റെ ഒരു ഹിസ്റ്ററി നമ്മൾ പരിശോധിക്കും, പ്രത്യേകിച്ച് ഈ അടിമത്തം പോലുള്ള ഒരു വ്യവസ്ഥിതിയുടെ തന്നെ നമുക്ക് വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം ഇന്ത്യയെ സംബന്ധിച്ചുണ്ടായ എല്ലാവിധ ചരിത്ര രചനാ പദ്ധതികളും നമ്മൾ ഈ ഹിസ്റ്ററിയിൽ ഓരോ സ്കൂളുകൾ എന്നുള്ള പേരിലാണ്. മാർക്സിസ്റ്റ് സ്കൂൾ എന്ന് പറയും, സബാൾട്ടൻ സ്കൂൾ എന്ന് പറയും, കേംബ്രിഡ്ജ് സ്കൂൾ എന്ന് പറയും, ഇങ്ങനത്തെ ഒരു ടേമാണ് ഉപയോഗിക്കാറ്. അപ്പൊ ഇവരെല്ലാം ചില സിദ്ധാന്തങ്ങളുടെയും തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ ചില കാര്യങ്ങളും നിരീക്ഷണങ്ങളും മുൻപോട്ട് വെക്കുകയാണ്. അപ്പൊ അതിൽ പ്രധാനമായും ചർച്ച ചെയ്തു വന്ന ഒരു പ്രധാന വിഷയമാണ് അടിമത്തം എന്ന് പറയുന്ന ഒരു സങ്കല്പം. അപ്പൊ മാർക്സിസ്റ്റുകാരായിട്ടുള്ള ഹിസ്റ്റോറിയന്മാർ പറയുന്നു ഇങ്ങനത്തെ ഒരു പ്രവർത്തനം ഇവിടെ ഇല്ലായിരുന്നു. അതായത് വിദേശത്തേക്ക് വിൽക്കുകയും വാങ്ങുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമില്ല. നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്ന ഒരു അടിയായ്മ, ഒരു സ്വയം കീഴടങ്ങുന്ന ഒരു പദ്ധതിയൊക്കെ ആയിരുന്നു ഇവിടേക്ക് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് അടിമത്തം എന്ന് പറഞ്ഞ വാക്ക് ഉപയോഗിക്കുന്നത് തെറ്റാണ് എന്നുള്ളൊരു നിലപാടായിരുന്നു അവരെടുത്തത്. മറ്റേ ഒരു പ്രധാനപ്പെട്ട ചരിത്ര വിഭാഗം എന്ന് പറഞ്ഞാണ് കേംബ്രിഡ്ജുകാരെന്ന് പറഞ്ഞാൽ അവരും ഇതേ രീതിയിൽ സാമ്രാജ്യത്വ ചരിത്രകാരന്മാരാണ്. അവരും ഇതേ നിലപാട് തന്നെയാണ് ഈ വിഷയത്തിൽ സ്വീകരിക്കുന്നത്. പിന്നീട് പോസ്റ്റ് കൊളോണിയൽ പഠനങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട വക്താക്കളായിട്ടുള്ള സബാൾട്ടൻ സ്റ്റഡീസുകാർ വരുന്നു. അപ്പൊ അവര് വന്നിട്ട് കുറച്ചുകൂടെ കൂടിയ ഒരു കാര്യമാണ് പറയുന്നത്. ഗ്യാൻ പ്രകാശ് എന്ന് പറഞ്ഞൊരു പ്രഗത്ഭനായിട്ടുള്ള ഒരു പണ്ഡിതനാണ്. അദ്ദേഹം മുൻപോട്ട് വെച്ചൊരു വാദം, ഈ ബ്രിട്ടീഷുകാരുടെയൊക്കെ പീരീഡിലെ ഡോക്യുമെന്റുകൾ നിങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ വ്യാപകമായി സ്ലേവറി എന്ന പദങ്ങളൊക്കെ നിങ്ങൾ കാണും. പക്ഷെ ഇത് ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. ഇത് ബ്രിട്ടീഷുകാരുടെ അല്ലെങ്കിൽ യൂറോപ്യന്മാരായിട്ടുള്ള ആളുകളുടെ ഒരു എൻലൈറ്റ്മെന്റ് ബോധത്തിൽ നിന്നുകൊണ്ട് അവരുടെ ഒരു ബൂർഷ്വ സങ്കല്പത്തിൽ അവർ തെറ്റിദ്ധരിച്ചാണ് ഇന്ത്യൻ സാഹചര്യത്തിൽ ലേബർ സ്ട്രക്ചറിനെ തെറ്റിദ്ധരിച്ചിട്ട് അവർ എഴുതിയതാണ് അടിമ പോലുള്ള കാര്യങ്ങൾ. അതുകൊണ്ട് അതിവിടെ ഇല്ലായിരുന്നു എന്നുള്ളൊരു കാര്യമാണ്. അവരുടെ കണ്ടായ ഒരു തെറ്റിദ്ധാരണയാണ് എന്നുള്ളതായിരുന്നു അവരുടെ ഒരു നിലപാട്. അപ്പൊ നമ്മൾ ഈ വക കാര്യങ്ങളല്ലേ ഇപ്പം RSSകാരായിട്ടുള്ള ആളുകളും വ്യാപകമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഇത് തന്നെയാണ്. ഇപ്പൊ എൻ്റെ ഒരു അനുഭവം പറഞ്ഞാൽ ഞാൻ ഈ മാതൃഭൂമിയിൽ അടിമത്തവുമായി ബന്ധപ്പെട്ട ലേഖനങ്ങളൊക്കെ ആദ്യ സമയങ്ങളിൽ എഴുതുന്നു. അതിന് മറുപടി വരുന്നത് മാതൃഭൂമിയിലല്ലായിരുന്നു, അതിന് മറുപടി വരുന്നത് ഇവരുടെ കേസരിക്കകത്താണ് മറുപടി വരുന്നത്. അപ്പൊ അത് A-Z വള്ളി വിടാതെ അവർ ഇങ്ങനത്തെ ഒരു കാര്യമേ ഇല്ല എന്നുള്ള രീതിക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിനെ സംബന്ധിച്ചുള്ള ഒരു ആദ്യ നിരീക്ഷണം ഈ ഹിന്ദുത്വവാദികളെ സംബന്ധിച്ച് ഈ അടിമത്തം, അൺടച്ചബിലിറ്റി തുടങ്ങിയ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കിയത് ഇവിടുത്തെ ബ്രിട്ടീഷ് അല്ലെങ്കിൽ ഒരു കൊളോണിയലിസമാണ്. ഇമാതിരി പ്രവർത്തനങ്ങളുടെ എല്ലാം കാരണക്കാർ, അത് നിർമ്മിച്ചത് അവരാണ് എന്ന ഒരു വാദമാണ് അവർ പ്രധാനമായും മുൻപോട്ട് വരുന്നത്. അപ്പൊ ഇതിനെ അംബേദ്കറുടെ തന്നെ എഴുത്തുകളിൽ നമുക്ക് ഡയറക്റ്റ് കാണാൻ സാധിക്കുന്നു. അംബേദ്കർ അതിനെ ചലഞ്ച് ചെയ്യുന്നുണ്ട്. ആ ഒരു പീരീഡ് 1930-കളിൽ തന്നെ ഒരു ഡിസ്കഷൻ നടക്കുന്നുണ്ട് ഈ സ്ലേവറിനെയും അൺടച്ചബിലിറ്റിയും തമ്മിൽ കമ്പയർ ചെയ്തുകൊണ്ടുള്ള ചില അന്വേഷണങ്ങളൊക്കെ.
അപ്പൊ അതിന്റെ ഒരു കോണ്ടക്ഷൻ അദ്ദേഹം തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. ഇത് ഇന്ത്യയിൽ വളരെ ശക്തമായി നിലനിന്നിരുന്ന ഒരു വ്യവസ്ഥിതിയാണ്. മനുസ്മൃതിയുടെ എല്ലാ മനുക്കളും ഇത് അനുവദിച്ചിരുന്നതും അവര് ഇതിനെക്കുറിച്ച് കൃത്യമായി എഴുതിയിട്ടുമുള്ളതായിരുന്നു. ബ്രിട്ടീഷുകാരുടെ ഒരു ഭരണ സമയത്താണ് ഇത് നിയമപരമായി നിരോധിച്ചത് എന്നൊരു നിരീക്ഷണം അംബേദ്കർ മുൻപോട്ട് വെക്കുന്നു. അതേസമയം പിന്നീട് നമ്മൾ ഇപ്പോൾ കാണുന്ന ഒരു കാഴ്ച, നമ്മുടെ നാടിനെ മുൻനിർത്തിക്കൊണ്ടുള്ള പഠനങ്ങൾ, പ്രത്യേകിച്ച് കൊച്ചിയെ സംബന്ധിച്ച് 2015 ശേഷം ഈ നെതർലൻഡിലെ പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളും പഠനങ്ങൾ നടത്തുന്നുണ്ട്. അപ്പോൾ അവർ നിരവധി തെളിവുകൾ നമ്മുടെ കൊച്ചി ആർക്കൈവ്സിൽ നിന്നും മദ്രാസിലെ ആർക്കൈവ്സിൽ നിന്നൊക്കെ കണ്ടെടുക്കുകയും അങ്ങനെ ഒരുപാട് മനുഷ്യന്മാരെ കേരളത്തിൽ മലയാളികളായിട്ടുള്ള, അത് പല ജാതിയിലുള്ള മനുഷ്യരെ സൗത്ത് ആഫ്രിക്കയിലേക്കും മൗറീഷ്യസിലേക്കും അങ്ങനെ വിദേശത്തേക്കുള്ള പല ആഫ്രിക്കയുടെയും യൂറോപ്പിലെയും പല രാജ്യങ്ങളിലേക്കും നമ്മുടെ നാട്ടിൽ നിന്നുള്ള മലയാളികളെ അടിമകളായി അയക്കുന്ന ഒരു കാഴ്ച ഇവരുടെ പഠനങ്ങളിലൂടെ നമ്മൾ കാണുകയാണ്. അപ്പോൾ നിരവധി തെളിവുകൾ അതിൽ മുൻപോട്ട് വെക്കണം. എങ്ങനെയാണോ ഈ ആഫ്രിക്കൻ സ്ലേവ്സിന്റെ ഒരു ലൈഫ് എങ്ങനെയായിരുന്നു, അതേ രീതിക്ക് തന്നെ നമ്മുടെ ഇവിടുന്ന് ആളുകളെ പിടിച്ചുകൊണ്ട് വരികയും അവരുടെ പേരുകൾ, നമ്മുടെ മലയാള പേരുകൾ മാറ്റി മറ്റ് ഇംഗ്ലീഷ് പേരുകളോ അല്ലെങ്കിൽ ബൈബിളിലെ പേരുകളോ മാസങ്ങളുടെ പേരുകളോ എന്തെങ്കിലുമൊക്കെ ഇടുകയും അവരെ മറ്റൊരു ദേശത്തേക്ക് വിൽക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ച നമ്മൾ ഇവരുടെ പഠനങ്ങളിലൂടെ കാണുകയാണ്. അപ്പൊ ഇത് മൊത്തത്തിൽ കുഴപ്പിക്കുകയാണ്. അതായത് ഇവിടുത്തെ പ്രഗത്ഭരായിട്ടുള്ള എല്ലാവിധ ഹിസ്റ്റോറിയന്മാരും ഒന്നടങ്കം പറയുകയാണ് ഇങ്ങനെ ഒരു സിസ്റ്റമേ ഇവിടെ ഇല്ലായിരുന്നു എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾക്ക് ലഭിക്കുന്ന തെളിവുകൾ നേരെ തിരിച്ചാണ്. അങ്ങനെയല്ലായിരുന്നു. ഇവിടെയും വളരെ ശക്തമായ മനുഷ്യക്കച്ചവടം നിലനിന്നിരുന്നു. പള്ളികളിലും അമ്പലങ്ങളിലും എല്ലായിടങ്ങളിലും ഒരേപോലെ തന്നെ മനുഷ്യനെ വിൽക്കുന്നതിന്റെ ചിത്രങ്ങളും നമുക്ക് കാണാൻ സാധിക്കുന്നു. അപ്പം ഇങ്ങനെ മനുഷ്യനെ വേറൊരു രൂപത്തിൽ, അതായത് സിദ്ധാന്തങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിലും അല്ലെങ്കിൽ മതത്തിന്റെയും അടിസ്ഥാനത്തിൽ വ്യത്യസ്തമായ രീതിയിലാണ് കാര്യങ്ങളെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രീതിയാണ് നമ്മൾ പലപ്പോഴും കാണുന്നത്. ഇവർ എല്ലാവരും കുഴപ്പക്കാരാണ് അല്ലെങ്കിൽ എല്ലാം മോശമായ ഒരു ചരിത്രരചന എന്നുള്ളതല്ല. ചരിത്രത്തിനെ സംബന്ധിച്ച് നമ്മൾ ആരുടെ ചരിത്രമാണ് പറയുന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്. അപ്പൊ അങ്ങനത്തെ ഒരു കോണ്ടക്ഷൻ നമ്മൾ ആലോചിക്കുമ്പോൾ ഇന്ത്യൻ സാഹചര്യത്തിൽ എങ്ങനെയാണ് ചരിത്രത്തെ അഡ്രസ് ചെയ്യുന്നത്? അപ്പൊ ചരിത്രത്തിനെ അല്ലെങ്കിൽ നമ്മളെ ബാധിച്ചിരിക്കുന്ന വിഷയങ്ങളെ കുറിച്ചൊക്കെയാണ് നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്യണം. അല്ലാതെ നമുക്ക് പഴയ എന്തെങ്കിലും കുറെ കാര്യങ്ങൾ കണ്ടെടുത്തുകൊണ്ട് വരിക, അത് ആരെ കൊണ്ടും സാധിക്കുന്ന കാര്യമാണ്. ഏത് ഒരു വ്യക്തിയും ആർക്കൈവ്സിൽ പോയാലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പഴയ ലൈബ്രറിയിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് കൗതുകം ഉണർത്തുന്ന എന്തും നമുക്ക് ആർക്കും കണ്ടെത്തിക്കൊണ്ട് വരാൻ പറ്റും. അങ്ങനെ കൗതുകം ഉണർത്തുന്ന ഒരു വ്യക്തിയെയോ നേതാവിനെയോ സംഭവത്തിനെയോ കണ്ടെത്തുന്നാൽ ഒരിക്കലും ഹിസ്റ്ററി അല്ല. അതിനെ ആരും ഹിസ്റ്ററി ആയിട്ട് അംഗീകരിക്കാറുമില്ല. അപ്പൊ അത് ആർക്കും ചെയ്യാവുന്ന ഒരു പ്രവർത്തനം. പക്ഷെ നമ്മുടെ സമകാലിക ജീവിതത്തിനെ നയിക്കുകയും അല്ലെങ്കിൽ സമകാലിക ജീവിതവുമായി ബന്ധപ്പെട്ട ചില തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതിന് അല്ലെങ്കിൽ നമ്മുടെ സമകാലിക ജീവിതത്തിനെ നിർണ്ണയിക്കുന്ന ചില ഘടകങ്ങൾ മാത്രമാണ് നമ്മൾ ഹിസ്റ്ററി എന്നുള്ള രീതിയിൽ പലപ്പോഴും ഭൂതകാലത്തിൽ നിന്ന് കണ്ടെടുത്തി അവതരിപ്പിക്കും. അപ്പൊ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നൂറ്റാണ്ടുകളായിട്ട് ഇന്ത്യയെ സംബന്ധിച്ച് ഉള്ളൊരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത്, ഇന്നും നിലനിൽക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ജാതി എന്ന് പറയുന്ന പ്രശ്നമാണ്. അപ്പൊ ഈ ജാതി പ്രശ്നത്തിനെ എങ്ങനെയാണ് ചരിത്രകാരന്മാർ അഡ്രസ് ചെയ്തത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അപ്പൊ ആ ഒരു ചോദ്യത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ സ്ലേവറി പോലുള്ള അൺടച്ചബിലിറ്റി പോലുള്ള വിഷയങ്ങളെയൊക്കെ നമ്മൾ അഡ്രസ് ചെയ്യേണ്ടത്. അത്